അഫാൻ കുഴഞ്ഞു വീണു. വല്ലാത്തൊരു കഷ്ടമായി പോയി. രാവിലെ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നതിന് മുൻപ് പാങ്ങോട് സ്റ്റേഷനിലെ ശുചിമുറിയിലായിരുന്നു അഫാൻ കുഴഞ്ഞു വീണത്. ഈ പോലീസുകാർക്കൊന്നും ഇത്ര ഉത്തരവാദിത്തമില്ലെന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം തോന്നുന്നത്. കുറഞ്ഞ പക്ഷം രാവിലെ നല്ല കടുപ്പത്തിനൊരു ചായയോ നന്നാക്കി കലക്കി ഒരു ബൂസ്റ്റോ കൊടുക്കേണ്ടതല്ലേ? എന്താണ് നിയമപാലകരെ ഇങ്ങനെ അനാസ്ഥ കാണിക്കുന്നത്? ഇനി ഈ അഫാൻ ആരാണെന്ന് പറഞ്ഞു തരേണ്ടല്ലോ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. പുള്ളിക്ക് രാവിലെ കാര്യമായിട്ടൊരു ക്ഷീണവും തലകുറക്കവും ഒക്കെ ഉണ്ടായി. വിലങ്ങഴിച്ചപ്പോൾ തെളിവെടുപ്പിനായി സ്വന്തം നാട്ടിലേക്കും ബന്ധുവീടുകളിലേക്കും കൊണ്ടുപോയാൽ തൽക്കാലമല്ല കയ്യേറ്റമാണ് ഉണ്ടാവുക എന്ന് അറിയാവുന്നതിന്റെ ഒരു നാടകമാണ് ഈ കഴിഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ 5 മനുഷ്യരെ നിഷ്കരുണം ചുറ്റിക അടിച്ചു കൊല്ലുമ്പോൾ കറങ്ങാത്ത തല ഇപ്പോൾ എങ്ങനെയാണ് കറങ്ങിയത്? സ്വന്തം ഉമ്മയെ ഷോൾ കഴുത്തിൽ മുറുക്കി നിലത്തടിക്കുമ്പോഴും ചുറ്റികയ്ക്ക് തലയടിച്ച് പിളർക്കുമ്പോഴും ഓന്റെ തലയാവട്ടെ കണ്ണാവട്ടെ കറങ്ങിയിട്ടില്ല. എന്തിനാ കണ്ണൊന്ന് നിറഞ്ഞിട്ട് പോലുമില്ല. ഈ നിമിഷം വരെ ഇത്രയും പൈശാചിക മനസ്സുള്ള ഒരു കുറ്റവാളി നീതിപീഠത്തിന് പോലും അത്ഭുതമാവുകയാണ്. മാനസിക പ്രശ്നങ്ങളില്ല, ലഹരിയുടെ അമിത ഉപയോഗമില്ല, മറ്റ് പറയത്തക്ക സ്വഭാവ വൈകല്യങ്ങൾ ഒന്നും നാട്ടുകാരോ വീട്ടുകാരോ ബന്ധുക്കളോ പറഞ്ഞ് അറിയാനില്ല. അഫാൻ നല്ല കുട്ടിയാണ് എന്ന് മാത്രമാണ് എല്ലാവരുടെയും വക അവന് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്. പിന്നെ പിഴച്ചു പോയതാർക്കാണ്? നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്താൽ നാട്ടുകാരുടെ നാവല്ല പിഴച്ചത്. പറയത്തക്ക യാതൊരു ദുശീലങ്ങളും ദുഷ്പ്രവൃത്തിയുമില്ലാതെ ഒതുങ്ങിക്കൂടി നടക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിലും അലറി വിളിക്കുന്ന ഒരു കൊടുങ്കടൽ ഉണ്ടാകുമെന്ന് തിരിച്ചറിയാൻ കഴിയാതിരുന്നതാണ് ഏറ്റവും വലിയ പിഴ. പൊതുവെ അന്തർമുഖനായിരിക്കുന്ന ഒരു വ്യക്തി സമൂഹത്തിലോ സുഹൃത്തുക്കൾക്കിടയിലോ ഒരുപാട് സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്നില്ല എന്ന ഒരൊറ്റ കാരണത്താൽ നല്ല കുട്ടി പട്ടം ചാർത്തി കൊടുക്കാറുണ്ട്. എന്നാൽ ഇക്കൂട്ടരുടെ പലരുടെയും പിന്നീടുള്ള കാലമെടുത്താൽ അവർ ഒന്നുകിൽ എന്തെങ്കിലും ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ പ്രതിയാകുന്നത് കൂടുതലാണ്. പുറമോടി മാത്രം കണ്ട് ഉള്ളെങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ ഒരു ചക്കയോ മാങ്ങയോ അല്ല മനുഷ്യ മനസ്സ്. എത്ര ഞെക്കി നോക്കിയാലും പിടിച്ചു നോക്കിയാലും ചിലപ്പോൾ മനുഷ്യ മനസ്സിന്റെ കൊടുങ്കാറ്റും വേവും അറിയാൻ കഴിയണമെന്നില്ല. പോലീസുകാർ നൽകുന്ന വിവരമനുസരിച്ച് കൊലപാതകം നടത്തിയ ആ സമയം മുതൽ അഫാൻ വളരെ ആരോഗ്യവാനും മാനസികപരമായി യാതൊരുവിധ ബുദ്ധിമുട്ടുകളും കാണിക്കാത്ത ഒരാളുമാണ്. നല്ല ഭക്ഷണം മാത്രമാണ് അഫാന്റെ പിടിവാശി. നല്ല ഭക്ഷണവും പോലീസ് സംരക്ഷണവും ഒക്കെയായി പുള്ളിക്കാരൻ നല്ല പത്രാസിലാണ്. നാട്ടുകാരുടെ തെറിവിളിയും കയ്യേറ്റവും ഭയക്കുന്ന ഇവനൊക്കെ സ്വന്തം ശരീരം വേദനിച്ചാൽ മാത്രമേ നോവൂ. എത്ര ക്രൂരമായാണ് 5 പേരെ തല്ലിക്കൊന്നു കളഞ്ഞത്. അന്നേരം അവർ അനുഭവിച്ച വേദനയും മാനസിക വ്യഥയും എന്താണെന്ന് അത് കണ്ടുനിന്ന സമൂഹത്തിന്റെ ഭയപ്പാടും ഒന്നും അറിയാതെ വലിയൊരു ദുരന്തത്തിലേക്ക് നീന്തി കയറേണ്ടി വന്ന ഒരു പിതാവിന്റെ നിസ്സഹായതയും ഇതൊക്കെ പുതുതലമുറ അറിയുന്നത് എന്തിനാണ്? തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ മാത്രം കറങ്ങുന്ന തല, 5 തല തല്ലിപ്പൊളിക്കുമ്പോൾ ലെവലേശം കറങ്ങാത്ത തല, കൊല്ലാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ ഒരു പാളിച്ച പോലും ഇല്ലാതെ അത് നടപ്പിലാക്കാൻ പോകുന്ന കുബുദ്ധി ഒളിച്ചിരുന്ന തല, പെറ്റമ്മയുടെ മടിയിൽ ചാഞ്ഞ് മയങ്ങിയതൊക്കെ മറന്നുപോയ തല, ഇത്രയും ക്രൂരത ചെയ്തിട്ടും താഴ്ത്താതെ ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന തല, ആ തല വധശിക്ഷ എന്നെഴുതി തന്റെ പേന ജഡ്ജി കുത്തി ഒടിച്ചു കഴിയുമ്പോൾ തൂക്കുകയറിൽ കിടന്ന് ആടുന്നത് കാണാനാണ് കേരള സമൂഹത്തിലെ മനസാക്ഷിയുള്ള ഓരോ മനുഷ്യരും കാത്തിരിക്കുന്നത്. മാതൃകാപരമായി ഒരാളെങ്കിലും ശിക്ഷിക്കപ്പെട്ടാലേ തെറ്റു ചെയ്യാൻ ഇറങ്ങുന്നവന്റെ നെഞ്ച് ഇനിയെങ്കിലും ഒന്ന് പതറും.